ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. വരുന്നു ലോക്സഭാ ഇലക്ഷൻ. കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി രണ്ടാം വട്ടവും തുടരുമ്പോൾ സർക്കാരിൻ്റെ കേരയിൽ കെ ഫോൺ പദ്ധതികൾ ലോകത്തെ നടുക്കിയ കോവിഡ് മഹാമാരിയെ സമർത്ഥമായി അതിജീവിക്കുകയും കേരളത്തിന് സ്വന്തമായി പരിശോധനാ ലബോറട്ടറിയും സർക്കാരിൻ്റെ വൻ നേട്ടങ്ങളിൽ ഒന്ന്. പ്രളയത്തിൽ മത്സ്യബന്ധന ബോട്ടുകളിറക്കിയുള്ള രക്ഷാദൗത്യം, ശക്തമായ ലൈഫ് മിഷൻ പദ്ധതി, കാരുണ്യ ആരോഗ്യ പദ്ധതി, ലോട്ടറിയിലൂടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയും കേരള സർക്കാർ ബജറ്റിൽ സർക്കാർ ഇന്ധന സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് UDF സർക്കാരിൻ്റെ കാലത്ത് നൽകിയിരുന്ന 600 രൂപ പെൻഷൻ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 1600 രൂപയായി വർദ്ധിപ്പിച്ചു. ഓണത്തിനും വിഷുവിനും ഭക്ഷ്യക്കിറ്റുകൾ, ദേശീയ റോഡ് വികസനം, ഗെയിൽ ഗ്യാസ് ലൈൻ പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കൽ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾക്ക് മുന്നേറ്റമായി. ശബരിമല വിമാനത്താവള വികസനം, IT പാർക്കുകൾ, ടൂറിസം മേഖല, വൈദ്യുതി വിതരണ പ്രതിസന്ധി തരണം ചെയ്യൽ സർക്കാരിൻ്റെ നേട്ടങ്ങളിൽ. സർക്കാർ ഗവർണർ, സർവകലാശാല VC സിൻഡിക്കേറ്റ് നിയമനത്തിലെ തർക്കങ്ങൾ തുടരുന്നു. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം. കേരള സർക്കാർ വാഹനങ്ങൾ, കാർ, ബസ്, ഹെലികോപ്റ്റർ വരെ. കേരള മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ ചികിത്സ. കേരള മുഖ്യമന്ത്രിക്ക് 100-ൽ കൂടുതൽ സെക്യൂരിറ്റിയും. പുതിയ നവകേരളം സന്ദേശ യാത്ര പരിപാടികൾ അമേരിക്കൻ മലയാളിയുടെ ചെലവിൽ അമേരിക്കയിലും കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ പാർട്ടി ഭാരവാഹിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. കേരളത്തിലെ കരിമണൽ പൊതുമേഖലയിൽ നടത്തുകയും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ്റെ കമ്പനി IT കമ്പനി സേവനം ചെയ്യാതെ പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ കേന്ദ്ര ഏജൻസിയായ SFIOയുടെ അന്വേഷണം തുടരുന്നു. കേരളത്തിലെ പാർട്ടി നേതാക്കന്മാരും പണം കൈപ്പറ്റിയെന്ന് ഡയറിക്കുറിപ്പ്. കേരളത്തിൽ വയനാട്ടിൽ 130ഓളം വിദ്യാർത്ഥികൾ സർവകലാശാലയിലെ സഹപാഠിയായ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കുകയും സിദ്ധാർത്ഥ് 2 ദിവസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ ഗവർണർ VCയെ സസ്പെൻഡ് ചെയ്യുകയും SFI ഗവർണർ സംഘർഷത്തിൽ കേന്ദ്ര സർക്കാർ ഗവർണർക്ക് പുതിയ ESET സെക്യൂരിറ്റിയും നൽകി. കേരളത്തിലെ വനപ്രദേശങ്ങളിലുള്ള ജില്ലകളിലെ മലയോരവാസികൾ വന്യമൃഗ ഭീഷണിയിൽ 20ഓളം പേർ മരണപ്പെടുകയും മന്ത്രിമാരുടെ ചർച്ച നടത്തുകയും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധം തുടരുന്നു. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക.